കാര്യങ്ങളൂടെ രാത്രി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചിന്തിച്ച വിഷയം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്താൽ ഈ ലോകത്ത് ചിലത് പ്രാപിക്കും. പ്രൈസ് ഗോഡ്. നീ നോക്കുന്നത് നിനക്ക് അവകാശമായി തരും, നീ കാണുന്നത് നിനക്ക് അവകാശമായി തരും. ഇതാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗം നമ്മുടെ സദൃശവാക്യത്തിൽ നിന്ന്, നമ്മൾ ഈ മാസം പഠിക്കുന്ന ഒരു സദൃശവാക്യത്തിൽ നമുക്ക് ചിന്തിക്കാം. 27-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാം വാക്യം. സദൃശവാക്യം 24-27, 27-24. സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നതല്ലോ, കിരീടം തലമുറ തലമുറയോളം ഇരിക്കുമോ? ഒന്നുകൂടെ വായിച്ച്. എങ്ങനെയാണോ അത്? സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നതല്ലോ. ഇരിക്കുന്നതല്ലല്ലോ എന്നാണോ? നോക്കി. സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നതല്ലോ. സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നില്ലല്ലോ. സമ്പത്ത് ഇരിക്കുന്നതല്ലല്ലോ എന്ന് പറയുന്നതും ഇരിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നില്ലല്ലോ. കിരീടം തലമുറ തലമുറയോളം ഇരിക്കുമോ? കിരീടം തലമുറ തലമുറയോളം ഇരിക്കുമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സദൃശവാക്യത്തിൽ ശലോമോൻ ഓർപ്പിക്കുന്ന ഒരു വലിയ ആഴമേറിയ സത്യമാണത്. നമ്മൾ ഈ ലോകത്ത് എന്തിൻ്റെ പുറകെയാണ് പലപ്പോഴും? ഒന്നാലോചിച്ച് നോക്കി. നമ്മൾ എന്തിൻ്റെ പുറകെയാണ് അന്തിമമായിട്ട് പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും ആരാധിക്കുന്നതും വിശ്വാസിയായതും വിശ്വാസിയായിട്ട് ജീവിക്കുന്നതും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം നമ്മൾ എന്തിൻ്റെ പുറകെയാണ്? സമ്പത്തിൻ്റെ പുറകെയാണെങ്കിൽ മനസ്സിലാക്കണം, പ്രൈസ് ഗോഡ്, ഇതെന്നേക്കും ഇരിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. 1. 2, കിരീടം തലമുറ തലമുറയായി ഇരിക്കുമോ? കിരീടം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? രാജാവിൻ്റെ തൊപ്പി, കിരീടം. പ്രൈസ് ഗോഡ്. അപ്പം സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നില്ല, കിരീടം ഇരിക്കുമോ? മനസ്സിലായോ? സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നില്ല, കിരീടം ഇരിക്കുമോ? ഈ കിരീടത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രത്യേകത എന്നറിയാമോ? സമ്പത്ത് വന്നാൽ അവൻ രാജാവാ, കാശുള്ളവൻ രാജാവാ, സമ്പത്തുള്ളവൻ രാജാവാണ്. പ്രൈസ് ഗോഡ്. കിരീടമുള്ളവനോ അവനും രാജാവാ. പ്രൈസ് ഗോഡ്. ഇപ്പം കിരീടം പോയാലോ ആരാ? നിങ്ങൾ പറയും കിരീടം പോയ രാജാവെന്ന്. അങ്ങനൊരു രാജാവ് ഇല്ല. കിരീടം പോയാൽ രാജ്യം പോയി. രാജ്യമുണ്ടെങ്കിലേ രാജാവാകത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഒരൊറ്റ കാര്യം ഇതിൻ്റെ ചുരുക്കത്തിലുള്ളൂ, എന്നേക്കും സമ്പന്നനായിരിക്കാൻ പറ്റുമോ? എന്നേക്കും രാജാവായിരിക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. ഇനി ഒരുവൻ സമ്പന്നനാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? വലിയ പാടാ. പ്രൈസ് ഗോഡ്. നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര സമ്പന്നനാന്ന് വിചാരിക്കും. വീട് ലോണിൽ, കാർ ലോണിൽ, TV ലോണിൽ, ഫ്രിഡ്ജ് ലോണിൽ, ചെരുപ്പ് പോലും ലോണാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ സമ്പന്ന ഒരുവൻ്റെ സമ്പത്ത് എത്ര ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? അറിയത്തില്ല. നമ്മൾ പിന്നെ സമ്പന്നൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇട്ടിരിക്കുന്ന ഷർട്ട്, വാച്ച്, മൊബൈല്, ചെരുപ്പ്, വരുന്ന കാറ്, പ്രൈസ് കൊടുത്തിരിക്കുന്ന സാരി, താമസിക്കുന്ന വീട്, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ പറയും ഈ പുള്ളി സമ്പന്നനാണ്. പക്ഷെ പുള്ളിയെ രഹസ്യമായിട്ട് വിളിച്ചു ചോദിച്ചാൽ വീട് ബാങ്കിൻ്റെയാണ്, കാറോ ബാങ്കിൻ്റെയാണ്, ബൈക്കോ അതും ബാങ്കിൻ്റെയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ പ്രൈസ് ഗോഡ്
പുറമേ നിന്ന് കാണാതെയാണ് നമ്മൾ സമ്പന്നരാണെന്ന് പലരെയും കണക്കാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുവൻ സമ്പന്നനാണെന്ന് പറയാൻ പുറമേ നിന്നൊന്നും കാണണ്ട. പുറമേ നിന്ന് കാണണ്ട. ഒരുവനെ സമ്പന്നനായിട്ട് നാട്ടിലറിയപ്പെടാം. പുറമേ ഒന്നുമില്ലെങ്കിൽ, കയ്യിലൊന്നുമില്ലെങ്കിൽ സമ്പന്നനാണെന്ന് മറ്റുള്ളവർ പറയും. പ്രൈസ് ഗോഡ്. ഒരിക്കൽ നമ്മുടെ ചർച്ചിലൊരു വിശ്വാസിയോട് ഒരു എറണാകുളത്തുള്ള വേറൊരു വിശ്വാസി ചോദിച്ചു, നിങ്ങളുടെ പാസ്റ്ററുടെ ഈ പണമല്ലേ എവിടെ കൊണ്ടുപോയാൽ ഒതുക്കുന്നതെന്ന് ചോദിച്ചു. നിങ്ങളുടെ പാസ്റ്ററുടെ ഈ വരുമാനമല്ല എവിടെ കൊണ്ടുപോയാൽ ഒതുക്കുന്നതെന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്. ഞാൻ കേട്ടപ്പോൾ പറഞ്ഞു, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നമ്മളൊരു കോടീശ്വരനാണെന്ന് മറ്റൊരു മനസ്സിലാക്കിയാൽ അത് നമുക്ക് അഭിമാനമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ആകെപ്പാടെ 2 ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ. ജസ്റ്റ് 2 അക്കൗണ്ട്. ആ സ്ഥലവും പറഞ്ഞു തരാം. ഒന്ന് കാക്കനാട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, 2 പാലാരിവട്ടത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. പ്രൈസ് ഗോഡ്. നിങ്ങൾ എങ്ങനെയെങ്കിലും സാധിക്കുമെങ്കിൽ, അറിയാൻ പറ്റും, ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ, ചെന്ന് നോക്കി അറിയാം. അർഹിക്കാത്ത 1 രൂപ അതിനകത്ത് കയറിയിട്ടില്ല. എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാശല്ലാതെ, അതിൻ്റെ പെൻഷനാണെങ്കിലും അതിൻ്റെ ശമ്പളമാണെങ്കിലും അതിൻ്റെ ഗ്രാറ്റുവിറ്റി ആണെങ്കിലും അതിൻ്റെ പ്രോവിഡന്റ് ഫണ്ടാണെങ്കിലും അല്ലാതെ 1 രൂപ കയറിയിട്ടില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ ജിബിയുടെ കല്യാണത്തിന് ചിലർ മതിച്ചെത്ര ഏറ്റവും കുറഞ്ഞത് 1.5 കോടി ചിലവായെന്നാണ് പറയുന്നത്. ഞാനൊരു സത്യം നിങ്ങൾ പറയാം, നമ്മളെ ദാരിദ്ര്യവാസി എന്ന് പറയുന്നതിനേക്കാൾ അഭിമാനമാണ് നമ്മൾ കോടീശ്വരൻ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, പുറമേ ഉള്ളത് നോക്കി ആളുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മുടെ വിഷയം നമുക്കേ അറിയാവൂ. ഇപ്പം സമ്പന്നൻ്റെ വിഷയം അകത്താണ്, യാഥാർത്ഥ്യം അകത്തെ അറിയാവൂ. ഇനി രാജാവിൻ്റെയോ? രാജാവിൻ്റെ പുറത്തറിയാം. രാജാവിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി നാട്ടുകാർക്ക് മുഴുവനും അറിയാം. ഇപ്പം നീ രാജാവാണെങ്കിൽ പുറത്തുള്ള സമ്പത്ത്, സമ്പന്നനാണെങ്കിൽ അകത്തുള്ള സമ്പത്ത്. പക്ഷേ ദൈവവചനം പറയുന്നത് ഇത് രണ്ടും എന്ത് ചെയ്യത്തില്ല, നിലനിൽക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. എന്തോ ഈ സമ്പത്ത്? വേദപുസ്തകത്തിൽ 20 വിധത്തിലുള്ള സമ്പത്തുകൾ എടുത്തു പറയത്തക്കവണ്ണമുള്ള ആയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അത് പറയുന്നതിന് മുമ്പ് ദൈവത്തിന് സ്തോത്രം, സങ്കീർത്തനം 62:10 ഒന്ന് വായിച്ച്. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ ആശ്രയിക്കരുത്. അപ്പോൾ ദൈവവചനം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സത്യമാണെങ്കിൽ ഒരു കാര്യം സത്യമാണ്, സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. സമ്പത്തെന്ന് പറയുന്നത് വർദ്ധിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം വർദ്ധിക്കുന്ന ഒരു സമ്പത്ത് നിങ്ങൾക്കും എനിക്കും വേണ്ടി തന്ന് അവൻ വർദ്ധിപ്പിച്ചാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം വേറെ ഒരു മനുഷ്യനും അത് കവർന്നെടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ സമ്പത്ത് വർദ്ധിച്ചാൽ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ഒരു കാര്യം സൂക്ഷിച്ചോണം. തീർച്ചയായിട്ടും സമ്പത്ത്, ദൈവം തരുന്ന സമ്പത്തുണ്ട്, നിലനിൽക്കുന്ന സമ്പത്ത്. ആ സമ്പത്ത് ഏതാണെന്നറിയാമോ? അബ്രഹാമേ, നീ തലപൊക്കി നോക്ക്, നിനക്ക് കാണുന്നതൊക്കെ ഞാൻ അളന്ന് തരും, അത് ശാശ്വത അവകാശമായിരിക്കും. ദൈവം തരുന്ന സമ്പത്ത് നിലനിൽക്കും. ഇന്ന് രാത്രി നമുക്ക് വേണ്ടത് ദൈവം തരുന്ന സമ്പത്താണെങ്കിൽ 1-2 കാര്യങ്ങൾ സമ്പത്തിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഒന്ന്, പ്രൈസ് ഗോഡ്, നമ്മൾ മറക്കാതിരിക്കേണ്ട കാര്യം ആവർത്തന പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യം.
ആവർത്തനം 6-ാം അധ്യായം 12-ാം വാക്യം. നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. എപ്പോഴാണെന്നറിയാമോ? 11-ാം വാക്യം. നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ ആര് തരുമ്പോൾ? ദൈവം തരുമ്പോൾ. ദൈവത്തിന് തരാൻ കഴിയുന്ന ഒരു സമ്പത്തുണ്ട്. ആ സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകൾ നിനക്ക് ദൈവത്തിന് തരാൻ പറ്റും. ആ പട്ടി 11 ശ്രദ്ധിച്ച്. നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ നിറയ്ക്കാതെ ദൈവം നിറച്ച സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകൾ. വായിച്ചു. നീ കുഴിക്കാത്ത കിണറുകൾ, പിന്നെ നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങൾ ഒലിവ് തോട്ടങ്ങൾ നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ. ദൈവം തന്നത് തിന്നാൽ എന്ത് വരും? തൃപ്തി വരും. ദൈവം തരുന്ന സമ്പത്തിൻ്റെ ഒരു പ്രത്യേകത, ഹല്ലേലൂയ, സമ്പത്ത് വർദ്ധിച്ചാൽ പ്രൈസ് ഗോഡ് അതിൽ മനസ്സ് വയ്ക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നീ ദൈവം തരുന്ന സമ്പത്ത് അനുഭവിക്കുന്നവനായിരിക്കണം. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ ഞാൻ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് വിഷയമാണിത് കേട്ടോ. ഇച്ചിരി ശ്രദ്ധിച്ചാലേ മനസ്സിലാവുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ സമ്പത്ത് എന്ന് പറയുന്നത് വേറൊരു ആംഗിളില്ല. അതുകൊണ്ട് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കണം. ഈ സമ്പത്തുണ്ടായാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സമ്പത്തുണ്ടായാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. പകരം എന്ത് ചെയ്യണം? നീ വായിച്ച 6:11. നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ സമ്പത്തിൽ മനസ്സ് വയ്ക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നിന്റെ സോഴ്സ് ലിമിറ്റഡ് ആയിരിക്കുമ്പോൾ. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ നാട് മുഴുവനും മുട്ടിന് ATM ഉണ്ട്. നിങ്ങളുടെ അടുത്ത് 3-4 ATM കാർഡ് ഉണ്ടെന്ന് വിചാരിക്കുക, പല ബാങ്കിൻ്റെ. ഞാൻ എൻ്റെ ATM കാർഡ് കൊണ്ട് ബാങ്കിലോട്ട് അതിൻ്റെ കാർഡ് കൊണ്ട് ഇതിലേക്ക് ഇട്ടു. എനിക്കൊരു 1000 രൂപയുടെ ആവശ്യത്തിനാണ് ഞാൻ കുത്തിയത്. 1000 പിൻകോഡ് കുത്തി കഴിഞ്ഞപ്പോൾ 1000 വന്നു. കുറച്ച് നേരത്തെ വീണ്ടും 1000 വരുന്നു. അതിൻ്റെ പുറകെ വീണ്ടും 1000 വരുന്നു. അതിൻ്റെ പുറകെ വീണ്ടും 1000 വരുന്നു. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. പ്രൈസ് ഗോഡ്. എത്ര 1000 വന്നെന്ന് എണ്ണി നോക്കാൻ പോകുമോ വന്നത് പെറുക്കിയെടുത്തുകൊണ്ടിരിക്കുമോ? പ്രൈസ് ഗോഡ്. ഇന്ന് ബാങ്ക് ഒരു ഓഫറും കൂടെ തന്നുകൊണ്ട് വിചാരിച്ചു, ഇന്ന ദിവസം ഇത്ര മണിക്ക് നറുക്കെടുപ്പിൽ കൂടെ തിരഞ്ഞെടുക്കുന്ന ചില വ്യക്തികൾ ATM-ൽ കാർഡിട്ട് കുത്തിയാൽ അതിൽ കൂടെ വരുന്ന 1000-ൻ്റെ നോട്ട് മുഴുവൻ ഫ്രീ ആയിട്ട് എടുക്കാം. പ്രൈസ് ഗോഡ്. ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ എന്നറിയത്തില്ല, നിങ്ങൾ കൊണ്ട് ആ കറക്റ്റ് ഇട്ട മെഷീനിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എണ്ണി നോക്കാൻ മെനക്കെടത്തില്ല, വന്നത് മേടിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സമ്പത്തിൽ മനസ്സ് വയ്ക്കുന്നത്, കിട്ടിയത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരാന്നറിയാമോ? വരവ് നിലച്ചവരാണ്. പിന്നെയും വന്നുകൊണ്ടിരിക്കത്തക്കവണ്ണം ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് ഒന്നിനു പുറകെ ഒന്നായി അനുഗ്രഹങ്ങൾ വരുന്ന ഒരു മാർഗമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അതിനകത്ത് മനസ്സ് വയ്ക്കേണ്ട കാര്യമില്ല. പ്രൈസ് ഗോഡ്. അതിന് പകരം കിട്ടിയതിനെ എണ്ണി നോക്കുന്നതിന് പകരം വരുന്നിടത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഇന്ന് രാത്രി നിൻ്റെ അനുഗ്രഹം വരുന്നിടത്തേക്ക് ദൃഷ്ടി പോകാത്ത എന്നാന്നറിയാമോ? അനുഗ്രഹത്തിൻ്റെ വരവ് നിലച്ചു പോയത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒന്നിനു പുറകെ ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചത് എങ്ങനെയാണെന്നറിയാമോ? യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചത്, ദൈവത്തിന് സ്തോത്രം, യാക്കോബ് ആ വീട്ടിലങ്ങോട്ട് ചെന്ന് കയറിയിട്ട് പല കണ്ടീഷൻ വെച്ചു. 10 കണ്ടീഷൻ വെച്ചു. 10 പ്രാവശ്യം കണ്ടീഷൻ വെച്ചു. അപ്പോൾ നമ്മൾ വായിക്കുന്നത്,
ഏത് കണ്ടീഷൻ വെച്ചാലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, യാക്കോബിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങോട്ട് ലാബാൻ്റെ സമ്പത്ത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ലാബാനുള്ളതൊക്കെയും ഇപ്പം യാക്കോവിനായി. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നീ ദൈവഭാഗത്ത് നിൽക്കേണ്ടതുപോലെ നിന്നാൽ നിൻ്റെ അടുക്കിലേക്ക് ദൈവവചനം പറയുന്നു, ജാതികളുടെ സമ്പത്ത് നിൻ്റെ അടുക്കിലേക്ക് ഒഴുകി വരും. ഇന്ന് രാത്രി ചില ഒഴുക്കുകൾ ആരംഭിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, നിൻ്റെ വീട്ടിലേക്ക്, നിൻ്റെ ബിസിനസ്സിലേക്ക്, നിൻ്റെ ജോലിയിലേക്ക്, നിൻ്റെ തലമുറയിലേക്ക് അനുഗ്രഹത്തിൻ്റെ ചില ഒഴുക്കുകൾ ഇന്ന് രാത്രി ആരംഭിക്കാൻ ഇടയായാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അത് എങ്ങനെ ഇരിക്കുന്നറിയാമോ? ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ ഈ ATM പാരലായിട്ട് വേദപുസ്തകത്തിലൊരു കാര്യം പറയാൻ പോവാം. മരുഭൂമിയിൽ കൂടി ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുമ്പം കാലത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി ആര് തരും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവർ രാവിലെ പറഞ്ഞു, വൈകുന്നേരമായപ്പോൾ ഹല്ലേലൂയ, ദൈവം കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ഇസ്രായേൽ മക്കളുടെ പാളയത്തിന് ചുറ്റും 1.5 മുഴം ഉയരത്തിൽ പറന്ന് നിൽക്കുമാറാക്കി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സാധാരണ പിടിക്കാൻ കിട്ടാത്തൊരു മറയുന്ന ഒരു പക്ഷിയാണ് കാട. പക്ഷേ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ, ഞങ്ങൾക്ക് ആ മാംസം ആര് തരുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവം അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, കടലിൽ നിന്ന് പറന്നു വന്ന കാട നിനക്ക് കയ്യെത്താവുന്ന ദൂരത്തിൽ എന്നെ പിടിച്ചോ എന്നും പറഞ്ഞ് നിൽക്കുക. മനസ്സിലായോ? അവിടെ ഏറ്റവും ചെറിയവൻ 10 പറ പിടിച്ചു കൂട്ടി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകൃപ ജീവിതത്തിൽ വന്നാൽ ഏറ്റവും ചെറിയവൻ 10 പറ പിടിച്ചു കൂട്ടത്തക്കവണ്ണം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയും. പക്ഷേ ഒരൊറ്റ കാര്യം ഓർത്തോണം, ഇറച്ചി പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ തന്നെ ക്ഷയം വരാതിരിക്കണമെങ്കിൽ ദൈവത്തെ പെറുപെറുക്കാതെ, ദൈവത്തെ പരീക്ഷിക്കാതെ, എൻ്റെ ദൈവം എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തെ നന്ദിയോടെ ഓർക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം അനുഗ്രഹം തരുമ്പോൾ അത് ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ സാധിച്ചാലേ അനുഗ്രഹം നിലനിൽക്കൂ. ഇന്ന് ഒത്തിരി പേർക്ക് ഒരനുഗ്രഹം കൊണ്ട് സ്റ്റോപ്പാവുന്നില്ലെന്നറിയാമോ? കിട്ടിയ അനുഗ്രഹം വെച്ച് ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ മനസ്സില്ലാതെ വരുന്നു. എനിക്ക് കിട്ടിയ ചെറിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് ദൈവത്തോട് നിങ്ങൾ 10 പേരോട് പറഞ്ഞു നോക്കി, അടുത്ത വലിയ അനുഗ്രഹം പുറകെ വരും. പ്രൈസ് ഗോഡ്. ദൈവം മുടക്കിയ മുതലിന് ദൈവത്തിന് മറുപടി റിട്ടേൺസ് കിട്ടുന്നത് ദൈവം നമ്മെ സഹായിച്ച വിധങ്ങൾ പറയുമ്പോഴാണ്. മനസ്സിലായോ? അപ്പം നീ ദൈവത്തെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. പ്രൈസ് ഗോഡ്. എന്നിട്ട് എന്ത് ചെയ്യണം? 8:18 നിന്റെ ദൈവമായ നിനക്ക് നന്നായിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നല്ല ദേശം നീ ചെന്ന് കൈവശമാക്കേണ്ടതിനും യഹോവ അരുളി ചെയ്തതുപോലെ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയേണ്ടതിനും നീ യഹോവയുടെ മുമ്പാകെ ന്യായവും ഹിതവുമായുള്ളതിനെ ചെയ്യണം. 8:18 വായിക്കുന്നത്. 8:17-18. 8:18 ആദ്യം വായിച്ചു. എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും, എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. എന്നിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമം ഉറപ്പിക്കാനാണ് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത്. പിതാക്കന്മാരോട് ചെയ്ത നിയമം എന്നാ? അബ്രഹാമിനോട് ചെയ്ത് നമ്മൾ കേട്ടു, യാക്കോബിനോട് ചെയ്ത് നമ്മൾ കേട്ടു, ഇസഹാക്കിനോട് ചെയ്ത് നമ്മൾ കേട്ടു. അപ്പോൾ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത നിയമം ഉറപ്പിക്കാൻ വേണ്ടി 4ാം തലമുറയ്ക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുമെന്ന് മോശ പറയുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം നമ്മെ സഹായിച്ച് നമുക്ക് ശക്തി തന്ന് ദൈവം നമ്മുടെ കൂടെ ഇരുന്നാൽ ദൈവം തരുന്ന സമ്പത്ത് നീ നിറച്ചിട്ടില്ലാത്ത സമ്പത്തും, നീ കുഴിച്ചിട്ടില്ലാത്ത കിണറുകളും, നീ നട്ടിട്ടില്ലാത്ത തോട്ടങ്ങളും. പ്രൈസ് ഗോഡ്. ഇതാര് തരും? ദൈവം തരും. പ്രൈസ് ഗോഡ്.
ഞാൻ ശരിക്ക് അനുഭവത്തിൽ നിന്ന് പറയാം. ദൈവത്തെ അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ചവൻ അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. സാമ്പത്തികമായുള്ള പരാധീനതയല്ല ക്രിസ്തുവിൻ്റെ നാമത്തിന് മുൻപുള്ള കഷ്ടം. ഒത്തിരി പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. ദാരിദ്ര്യം ജീവിതത്തിൽ വരുന്നതല്ല ക്രിസ്തുവിൻ്റെ നാമനിമിത്തമുള്ള കഷ്ടം. ക്രിസ്തുവിൻ്റെ നാമനിമിത്തമുള്ള ഏറ്റവും വലിയ കഷ്ടം അവൻ്റെ നാമത്തെ പ്രതി നീ സഹിക്കുന്ന നിന്ന, അവൻ്റെ നാമത്തെ പ്രതി നീ കേൾക്കുന്ന അപവാദം, അവൻ്റെ നാമത്തെ പ്രതി നിന്നെ പഴിക്കുന്നത്, നിന്നെ പകയ്ക്കുന്നത്. പക്ഷേ എന്ത് നഷ്ടം വന്നാലും എന്ത് കഷ്ടം വന്നാലും ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുമെന്ന് ഉറപ്പുള്ളവനെ അനുഗ്രഹിക്കാൻ ഈ ദൈവം കൂടെ ഉണ്ടാകും. പ്രൈസ് ഗോഡ്. ഇനി 8:17 എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചുകൊള്ളണം. എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നീ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി 1 ശമൂവേൽ 5:51 ഐശയ്യാ പ്രവചനം 51-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ. വെട്ടിയെടുത്ത പാറയിലേക്കും